ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻറ്റും കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റാണ്. നമുക്ക് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കാം. പിന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഒരുപാട് വലിയ പീസായിട്ടല്ല, കുറച്ച് ചെറിയ പീസായിട്ടൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഏകദേശം 1 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊരു 3 മിനിറ്റെങ്കിലും ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അടിയിൽ ചെറുതായിട്ടങ്ങ് കളറങ്ങ് മാറിപ്പോവും. ഒരുപാട് കളർ മാറരുത്, വെള്ള കളറിൽ ചിക്കൻ കിട്ടണം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊരു 3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. ഈ കറി നമുക്ക് പൊറോട്ടയുടെയും ബട്ടർ നാനിൻ്റെയും ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ എല്ലാം നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ കുറേ നേരം അങ്ങ് ചിക്കൻ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ ഒത്തിരി നേരം അങ്ങ് വഴറ്റി അങ്ങനെ കറി വെക്കണില്ല. കുറച്ചുകൂടി സിമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഒരു ബട്ടർ ചിക്കനൊക്കെ പോലെ ഉണ്ടാവും കാണാനായിട്ട്, പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ആ ഒരു പിങ്ക് കളർ മാറിയിട്ട് വൈറ്റ് കളറിലോട്ട് ചിക്കൻ വന്നിട്ടുണ്ട്. ഇത്രയും കൂടി ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നും മൊരിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ, ഒരുപാട് വെന്തിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇനിയും വേവിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ആവാത്ത രീതിയിൽ ചിക്കൻ മാത്രം എടുത്ത് അങ്ങോട്ട് മാറ്റാം. കാരണം ഈ എണ്ണയിലാണ് നമ്മൾ ബാക്കി ഇനി ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് ഇതേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ എണ്ണ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി എടുത്ത് മാറ്റാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 സവാളയും 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നല്ല പഴുത്ത 2 തക്കാളി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 അണ്ടിപ്പരിപ്പും 10 ബദാമോ തൊലി കളഞ്ഞതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കളറ് മാറി വഴറ്റണ്ട, നമുക്ക് ആ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. അത്രയും നേരം വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവുന്നുണ്ടാവും, ഉള്ളി അങ്ങനെ ഒത്തിരി അങ്ങ് വെന്തുടഞ്ഞിട്ടില്ല, പക്ഷേ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ല പോലെ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. കാരണം ഇതാണ് ഗ്രേവി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ചൂടോട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ ചൂടാറ്റിയതിന് ശേഷം ഒന്ന് ചൂട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ വീണ്ടും ഒരു കടായി എടുത്തിട്ട്, സെയിം കടായി തന്നെയാണ് കേട്ടോ, അതിനകത്തോട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു 5-6 ഗ്രാമ്പു. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അത് നന്നായിട്ടൊന്ന് വറുത്ത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത്, കരിഞ്ഞു പോരുത്, മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിങ്ങനെ ഒരുപാട് നേരം ഇട്ട് വഴറ്റൊന്നും വേണ്ട, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഉള്ളിയും തക്കാളിയുടെ പേസ്റ്റ്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സി നമ്മൾ കളയേണ്ട, അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ വേറെ എരിവിന് ഒരുപാട് മുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2 പച്ചമുളകും കൂടി എക്സ്ട്രാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു സ്പൈസ് ലെവലിൽ തന്നെ ചെയ്തെടുത്താലും മതി.
അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു തൈരും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരിയാണ് കേട്ടോ ചേർത്തത്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ അതേപോലെ തന്നെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുളക് ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇത് വലിയ എരിവുണ്ടാവില്ല, എന്നാൽ ഒത്തിരി എരിവ് കുറവും അല്ല. ആ ഒരു ലെവലിലാണ് എരിവുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അരപ്പ് ബാക്കി അതിൽ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് തന്നെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചിക്കൻ കുറച്ചേ കുക്ക് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ബാക്കി നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതേ നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇത്രയും ഗ്രേവി വേണ്ട, അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ്. നല്ല എന്താ പറയുക, ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒത്തിരി നല്ല വെറൈറ്റി ചിക്കൻ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് നല്ല ഫീഡ്ബാക്കും കിട്ടാറുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.